താങ്കളുടെ ഭാര്യ മഞ്ജു? കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആസ് ഇറ്റ് ഈസ് അതുപോലെ തന്നെ അങ്ങോട്ട് പോകണം. ഒരു വ്യത്യാസം കാരണം മഞ്ജു എൻ്റെ നല്ല സുഹൃത്താണ്. നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും അങ്ങനെയുള്ളൊരു എന്താ പറയുക, നമ്മൾ ചില സമയത്ത് ഞാൻ ഏത് സിനിമ ചെയ്യുന്നു എന്ന് പോലും ചോദിക്കാം, എന്ത് ചെയ്യണു, എവിടെയാണ്, അങ്ങനെയൊന്നുമില്ല. ആ കുട്ടിയുടെ ലൈം ലൈറ്റിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ ആ കുട്ടി ഇപ്പം ജീവിതത്തിൽ ആ കുട്ടിയുടെ ഒരു ബിസി എങ്ങനെ മകളാണെന്ന് അറിയാം, അതിലൊരു മറ്റു പാഷൻ എന്താ, ഡാൻസ് ആണോ? ഡാൻസ് അങ്ങനെയൊന്നുമില്ല, അവള് ഫുൾ ടൈം ബിസിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര ബിസിയാ, അങ്ങനെ നടക്കണ അത് ചെയ്യണു, ഇത് ചെയ്യണു, അതിൻ്റെ മറ്റേതിൻ്റെ കണക്ക് അത് ഇതൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു അന്ന് കാലത്ത് ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ആൾക്കാർ വെറുതെ ക്രിറ്റിസിസം പറയുമായിരുന്നല്ലോ, നല്ലൊരു നായികയെ കൊണ്ടുപോയി എന്നൊക്കെ. താങ്കൾ അതിനൊക്കെ എങ്ങനെ പ്രതികരിച്ചായിരുന്നു ദിവസം? നല്ലൊരു നായികല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ, അത് അവരുടെ ഇഷ്ടം കൊണ്ട് പറയണല്ലേ. അതൊന്നും അങ്ങനെ പ്രതികരിച്ചില്ലേ? മനസ്സിന് വിഷമം ഉണ്ടാക്കിയോ അതൊക്കെ? ഞാൻ എന്തിനാ മനസ്സിന് വിഷമിക്കുന്നത്? ഇപ്പം നിങ്ങളെ പറ്റി പറയുമ്പോൾ പിന്നെ എനിക്ക് വിഷമം ഉണ്ടാവുക? എൻ്റെ സ്ഥലത്തു നിന്നല്ലല്ലോ കൊണ്ടുപോയത്, അപ്പം ഞാൻ വിഷമിക്കണ്ടല്ലോ. ഇപ്പോൾ ഒരു ദിവസം ഇപ്പം ദിലീപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ, ഇങ്ങനെ ഇത്രയും വലിയൊരു നടനോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബിസിനസ് മാനോ അങ്ങനെ ഇത്രയും ഒരു നല്ല മനുഷ്യനോ ഇതൊന്നും അല്ലായിരുന്നെങ്കിൽ ദിലീപ് എന്താകുമായിരുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും കാറിലൊക്കെ പോകുമ്പോൾ? അങ്ങനെ ഇല്ല, ഞാനവിടെ ദേശത്ത് നടപ്പുണ്ടാവും, എന്തെങ്കിലും ഒരു സാധാരണ ജോലി എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അന്ന് മനസ്സിൽ എന്തെങ്കിലും കണ്ടിരുന്നു ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഈ ജോലിക്ക് പോകാമെന്ന്? ഞാൻ പണ്ട് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിലാണ് യാദൃശ്ചികമായിട്ട് എനിക്ക് മിമിക്രി വീണ് കിട്ടുന്നതും നെക്സ്റ്റ് ഡേ ഞാനത് കലാഭവനിൽ പോകുന്നതും. ഒരു രാത്രിയാണോ? ഒരു രാത്രിയിലാണ് ഞാൻ നേരം വെക്കുമ്പോൾ ഒരു അടുത്ത ഈവനിങ്ങിൽ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആവുന്ന പോലത്തെ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ. ശരിക്കും നിങ്ങൾ സ്വയം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കഥ. നമ്മൾ അത് വലിയ സംഭവമാണ്. ഞാൻ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതിന് കാരണം അതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പല മാത്സിൽ എഴുതിയ വിഷയമാണ്. നമ്മുടെ ആലുവ ശിവൻ്റെ അമ്പലമുണ്ട്, മണപ്പുറം, ശിവരാത്രി മണപ്പുറം. ഞാൻ എന്നും പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എന്നും വൈകുന്നേരം അവിടെ വന്നിരിക്കും. രാത്രി സന്ധ്യയാകുമ്പോൾ നമ്മളവിടെ തൊഴുത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ച് നടന്ന് വീട്ടിൽ പോകും. അപ്പം എന്നും ശിവനോട് കാര്യം പറയും, നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല, എന്താവും അറിയില്ല, താഴെ 2 പേരുണ്ട്, പെങ്ങളെ കെട്ടിക്കണം, പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടങ്ങൾ പറയും. എന്തെങ്കിലും ഒരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുണ്ട് ഈ റിക്വസ്റ്റ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ, അപ്പം അതിന് മുമ്പേ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ